السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على خاتم الأنبياء ونبينا الحبيب المحمد وعلى آله وأصحابه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, കാരുണ്യവാനായ സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കും. അല്ലാഹു നമ്മുടെ ഈ ഒത്തുചേരലിനെ ഒരു സ്വാലിഹായ അമലായി തന്നെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഏകദേശം 2 മാസം നീണ്ടു നിൽക്കുന്ന ഖത്തർ മുസ്ലിം സലാഹി സെൻറ്റർ സംഘടിപ്പിച്ചിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാമ്പയിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവിടെ ചെയ്യാനുള്ളത് ഈ വിഷയത്തിൻ്റെ എന്തുകൊണ്ട് ഇത്തരമൊരു വിഷയവുമായിട്ട് ഈ ഖത്തർ മുസ്ലിം സലാഹി സെൻറ്റർ മുന്നോട്ട് വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ നേരത്തെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച നമ്മുടെ വ്യക്തിത്വങ്ങൾ ഈ ഒരു പ്രമേയത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും കാലികമായിട്ട് ഇത്തരത്തിലൊരു പ്രമേയം നടത്തേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചു. അതിനോടനുബന്ധമായിക്കൊണ്ട് തന്നെയാണ് എനിക്കും സൂചിപ്പിക്കാനുള്ളത്. പ്രത്യേകിച്ചും സലാഹി സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിച്ച് ഓഫ് ട്രൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പ്രമേയവുമായി മുന്നോട്ട് വരാൻ ചില നിർബന്ധിതമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതിനുള്ള കാരണം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് സംബന്ധമായിട്ടുള്ള ഓരോ വാർത്തകളുമാണ് മീഡിയയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്ന് കേട്ടാൽ തന്നെ ഭീകരവാദമാണ്, ഭീകരവാദികളാണ്, അത് തീവ്രവാദത്തിൻ്റെ മതമാണ് എന്ന രൂപത്തിലുള്ള വ്യാപകമായ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടന്നു വരികയാണ്. അതിന് പ്രത്യേകമായ കാരണങ്ങളുണ്ട്. ഇന്ന് ലോകത്തുള്ള മതങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വളർച്ച നേടുന്ന ഒരു മതമാണ് ഇസ്ലാം. വളരെ വേഗത്തിലാണ് ഇസ്ലാമിൻ്റെ വളർച്ച എന്ന് പാശ്ചാത്യ മീഡിയ പോലും ഇന്ന് അംഗീകരിച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ്. വളരെ വേഗത്തിൽ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു. അത് പാശ്ചാത്യ നാടുകളിലാണെങ്കിലും പൗരസ്ത്യ നാടുകളിലാണെങ്കിലും ഇസ്ലാമിൻ്റെ വളർച്ചയെ തടയിടാൻ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, അതും വളർന്നുകൊണ്ടിരിക്കുന്നത് മുതലാളിത്തത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും വ്യക്തമായ ആദർശങ്ങൾക്കും നയങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു സിദ്ധാന്തവുമായി കൊണ്ടാണ് ഇസ്ലാം കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വളർച്ചയെ തടയിടാനും ഇസ്ലാമിനെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാനും ചില ആസൂത്രിതമായ പ്രവർത്തനങ്ങളും പദ്ധതികളും ചില ആളുകൾ ഒരുക്കുകയാണ്. അതിൽ സാമ്രാജ്യത്വവാദികളുണ്ട്, മുതലാളിത്തത്തിൻ്റെ ആളുകളുണ്ട്, ജൂതന്മാരും ക്രിസ്ത്യാനികളും മറുഭാഗത്തുണ്ട്. ഇങ്ങനെ ഇസ്ലാമിനെ എതിർക്കുന്ന ഈ വിഷയത്തിൽ
എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് മുസ്ലിങ്ങൾക്കെതിരെ 3 രൂപത്തിലാണ് പ്രധാനമായിട്ടും അവർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ നശിപ്പിക്കാനും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രധാനമായിട്ടും 3 രീതികൾ അവർ അവലംബിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിലൊന്നാമത്തെ രീതി മുസ്ലിം സംസ്കാരങ്ങളും മുസ്ലിങ്ങളും നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെ സായുധമായിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ്. സായുധമായിട്ട് ആക്രമണം നടത്തുക. അതിനുള്ള ഉദാഹരണങ്ങൾ ഇന്ന് ലോകത്ത് ഒരുപാടുണ്ട്. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ഈ പ്രമേയം എന്തുകൊണ്ട് ഖത്തർ മുസ്ലിം ഇസ്ലാഹി സെൻ്ററും നിച്ച് ഓഫ് ട്രൂത്തും നിങ്ങളുടെ മുമ്പിൽ ഈ പ്രമേയം അവതരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിക്കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്നെന്ന് മാത്രം. സായുധമായിട്ട് ആക്രമണം നടത്തി ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെയും മുസ്ലിം നാടുകളെയും നശിപ്പിക്കുക. അതിനുള്ള ഉദാഹരണങ്ങൾ ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഫലസ്തീനാണ്. അതിന് രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്. ഫലസ്തീനിന് ഇസ്രായേൽ എന്ന ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഒന്നുമല്ലാത്ത ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ഒന്നുമല്ല. ഒരു പോയിന്റിന്റെ സ്ഥാനം മാത്രമേ ഇസ്രായേലിനുള്ളൂ ലോകത്തിൻ്റെ ഭൂപടത്തിൽ. ഇസ്രായേൽ രാഷ്ട്രം വേറെ ചിലരുടെ പിന്തുണയോട് കൂടിയിട്ട് ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിൻ്റെ മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും ആയുധം ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് നമ്മൾ മീഡിയയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയപരമായ കാരണങ്ങൾ മാത്രമല്ല ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ആ വിശദീകരണത്തിലേക്ക് കടന്നു പോകുന്നില്ല. തികച്ചും മതപരമായ കാരണം ഇതിൻ്റെ പിന്നിലുണ്ട്. ഫലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിൻ്റെ വളർച്ചയെ നശിപ്പിക്കാനുള്ള നവജാഗരണം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങളെ തടയിടാനുള്ള ഒന്നാമത്തെ ശ്രമമായിക്കൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സായുധമായിട്ട് മുസ്ലിം നാടുകൾ ആക്രമിക്കുക എന്നുള്ളതാണ്. ഇതിന് രണ്ടാമതൊരു രീതി അവർ സ്വീകരിച്ചു. മുസ്ലിം നാടുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ നശിപ്പിക്കുക. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ ഏതൊരു രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമാണെങ്കിലും അവനൊരു സംസ്കാരമുണ്ട്, ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു ആദർശമുണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം. അത് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ജീവിച്ചാലും അവനൊരു മുസ്ലിമായിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളോട് പുച്ഛമുണ്ടാക്കുന്ന രീതിയിലുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് തന്നെ താടി വെച്ച ആളുകളെ അവർ പരിഹസിക്കും. അതവർക്ക് ഇഷ്ടമല്ല. താടി വെച്ച ആളുകളെ അവർ പരിഹസിക്കുന്നു. അതിന് മതമൗലികവാദമെന്ന പേരവർ കൊടുക്കുന്നു. മീഡിയ അത് പ്രചരിപ്പിക്കുന്നു. നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച ഒരു മുസൽമാനെ കാണുമ്പോൾ ഇവൻ ഭീകരവാദിയാണ് എന്നുള്ള രൂപത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തുന്നു. ആ രൂപത്തിൽ ലോകത്ത് മനുഷ്യരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്ന രൂപത്തിൽ മീഡിയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ആ സംസ്കാരത്തെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ. നമ്മൾ ഖത്തറിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദർശം തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് പോലും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളോട് പുച്ഛം തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് സമൂഹത്തെ മാറ്റിയതിൻ്റെ പിന്നിൽ ഞാൻ സൂചിപ്പിക്കുന്നത് ഇവരുടെ ശ്രമങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ്. ഇതാണ് അവർ രണ്ടാമത് സ്വീകരിച്ച നിലപാട്. ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. മൂന്നാമതായിട്ട് അവർ ചെയ്തത് മുസ്ലിം തീവ്രവാദത്തിന് വെള്ളവും വളവും കൊടുത്തു എന്നുള്ളതാണ്. ഇതോരോന്നും വളരെ വ്യക്തമായി വിശദീകരിക്കേണ്ട സംഗതികളാണ്. നിങ്ങളത് പഠിക്കണം, നിങ്ങളതിനെക്കുറിച്ച് ബോധവാന്മാരാകണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചു പോകുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിട്ട് ജീവിക്കുന്ന പല സ്ഥലങ്ങളിലും ന്യൂനപക്ഷ തീവ്രവാദമുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്നു, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ, ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ട ഊർജവും വെള്ളവും വളവും ആയുധങ്ങളും സാമ്പത്തികമായ സ്രോതസ്സും കൊടുക്കുന്നത് ഈ ഇസ്ലാം വിരുദ്ധ ചേരിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിൻ്റെ ആദർശം മനസ്സിലാക്കിയ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം
ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ച ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും ഒരു തീവ്രവാദിയാകാനോ ഒരു ഭീകരവാദിയാകാനോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ അവർക്കൊരിക്കലും സാധ്യമല്ല. പക്ഷെ ഇവർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അത് രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട്, പരസ്യമായി ചെയ്യുന്നുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ കേരളത്തിൽ പോലും ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് അൾജീരിയ പോലെയുള്ള അതേപോലത്തെ പല നാടുകളിൽ നിന്ന്, മൊറോക്കോ പോലുള്ള നാടുകളിൽ നിന്ന് സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഈ രൂപത്തിലുള്ള സഹായങ്ങളിലൂടെ തീവ്രവാദ സംഘടനകൾ വളർന്നു. ഇസ്ലാമിന്റെ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉസാമ ബിൻ ലാദൻ തീവ്രവാദം നടത്തുകയാണെങ്കിലും, കാശ്മീരിലെ തീവ്രവാദമാണെങ്കിലും, അഫ്ഗാനിലെ തീവ്രവാദമാണെങ്കിലും, അത് തീവ്രവാദ പ്രവർത്തനമാണെങ്കിൽ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സായുധമായി ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ ചില ഷർത്തുകൾ പണ്ഡിതന്മാർ വെച്ചിട്ടുണ്ട്. ആ ഷർത്തുകളെയും നിയമങ്ങളെയും മറികടന്നുകൊണ്ടുള്ള ഒരു സായുധമായ പ്രവർത്തനത്തിന് ഒരിക്കലും ഇസ്ലാമിന്റെ ആദർശം കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ അതങ്ങോട്ട് വളർന്ന് 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 എത്രത്തോളം വളർന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് മാറ്റി മാറ്റി രാഷ്ട്രീയത്തിലിറങ്ങി ഇതിലൊക്കെ ഒരുപാട് ഇതിൻ്റെ ആഴത്തിലുള്ള വേരുകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹിന്ദുക്കളിലുള്ള ചെറിയ ഒരു വിഭാഗത്തിന്റെ ന്യൂനപക്ഷ തീവ്രവാദത്തിന്റെ പേര് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ തീവ്രവാദം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് രൂപം കൊണ്ട കേരളത്തിലെയും ഇന്ത്യയിലെയും തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മുസ്ലിങ്ങളെ തന്നെ ആക്രമിക്കുന്ന ഒരു വിരോധാഭാസത്തിലേക്ക് എത്തിച്ചേർന്നു. മുസ്ലിങ്ങളെ തന്നെ ആക്രമിക്കുന്ന ഒരു വിരോധാഭാസത്തിലേക്ക് എത്തിച്ചേർന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു, തൊടുപുഴയിലെ ന്യൂമാൻ അറബിക് കോളേജിലെ പ്രൊഫസറായിരുന്ന ജോസഫിന്റെ കൈവെട്ടിക്കൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്താഗ്രഹിച്ചോ അത് അവർ നടപ്പിലാക്കി കൊടുത്തു. ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്താഗ്രഹിച്ചോ അത് ഈ തീവ്രവാദ സംഘടനകൾ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഈ അജണ്ട അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടിയിട്ട് ഇസ്ലാമിന് മുസ്ലിങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായി. പ്രവാചകനെ നിന്ദിച്ചു എന്ന പേരിൽ ആ മനുഷ്യന്റെ കൈ വെട്ടി മാറ്റിയിട്ട് അവർ പറഞ്ഞു, ഞങ്ങളിത് ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു പോയതാണ് കേട്ടോ, ഞങ്ങളിത് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയതാണ്. നമ്മൾ ചോദിച്ചു, അതിന് തെളിവെന്ത്? ഇന്ത്യ രാജ്യത്ത് പോകട്ടെ, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും ആയുധം കയ്യിലെടുക്കാനുള്ള അനുവാദം മുസ്ലിങ്ങൾക്കുണ്ടോ? ഇന്ത്യ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യ രാജ്യം അവിടെ നിൽക്കട്ടെ. ഖത്തറിൽ ഈ രൂപത്തിലുള്ള ഒരു കുറ്റകൃത്യം നടന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക ഒരു രാഷ്ട്രത്തിൽ ഈ രൂപത്തിലുള്ള ഒരു കുറ്റകൃത്യം നടന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ആ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം കൊടുക്കുന്നുണ്ടോ? ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും ഇത് അനുവദിച്ചിട്ടില്ല. എന്നിട്ട് കൈ വെട്ടിമാറ്റിയിട്ട് അവർ പറഞ്ഞു, ഞങ്ങളിത് ചെയ്തത് ഇസ്ലാമിന്റെ പേരിലാണ്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങൾ ചെയ്തതാണ് എന്ന് അവർ പറഞ്ഞു. നമ്മൾ ചോദിച്ചു, ഇതിന് ഇസ്ലാമികമായിട്ട് എന്തുണ്ട് ന്യായീകരണം? ഒടുവിൽ ഒന്നും കണ്ടുപിടിക്കാതെ അവസാനം ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ സുപ്രധാനമായൊരു സംഭവം, അള്ളാന്റെ റസൂല് കഅബ് ബിൻ അഷ്റഫിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ തുരുമ്പായിട്ട് അവർ കൊണ്ടുവരികയും മീഡിയയിലൂടെ അവരത് പ്രചരിപ്പിക്കുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം, കഅബ് ബിൻ അഷ്റഫ് ഒരു രാജ്യദ്രോഹിയായിരുന്നു. രാജ്യദ്രോഹപരമായ കുറ്റം കഅബ് ബിൻ അഷ്റഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഅബ് ബിൻ അഷ്റഫിനെ ഇസ്ലാമിന്റെ രാഷ്ട്രത്തലവൻ എന്നുള്ള രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂല് കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ടത്. അത് വേറൊരു ചരിത്രമാണ്, ഞാനതിലേക്ക് കടന്നു പോകുന്നില്ല. എന്നിട്ട് വേറൊരു തെളിവും അവർക്ക് കൊണ്ടുവരാനോ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാനോ ഇല്ല. എന്നിട്ട് ഇതൊക്കെ നടത്തുന്നത് എന്തിന്റെ പേരിലാണ്? ഇസ്ലാമിക ജിഹാദിന്റെ പേര് പറഞ്ഞിട്ടാണ് ഈ രൂപത്തിലുള്ള തോന്നിയാസങ്ങളും തെമ്മാടിത്തരങ്ങളും നടത്തുകൊണ്ട്. ഇതൊക്കെ ജിഹാദാണ് എന്നുള്ളത് ജനങ്ങളെ അവർ പഠിപ്പിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ അവർ ബദറിന്റെ ചരിത്രം അങ്ങനെ പറഞ്ഞു കൊടുക്കും, ഉഹദിന്റെ ചരിത്രം വിശദീകരിക്കും. ഇതൊക്കെ മുസ്ലിങ്ങൾ ആക്രമണം നടത്തിയ ചരിത്രങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ആ ചരിത്രങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരുടെ രക്തത്തിന് തീ പിടിക്കുന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് അവരെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഒത്താശയോട് കൂടിയിട്ട് കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരുടെ വേരുകൾ തിരിച്ചറിയണം. ഈ ഖത്തറിൽ പോലും
അവർ ഫണ്ട് ശേഖരിക്കുന്നത് എന്തിന്റെ പേരിലാണെന്ന് അറിയോ? വളരെ പച്ചയായിക്കൊണ്ട് അവർ പറയുന്നു, ജോസഫിന്റെ കൈവെട്ടി ആളുകളെ നമുക്ക് ജയിലിൽ നിന്നിറക്കണം, അതിലേക്കുള്ള പിരിവിന് ഞങ്ങൾക്ക് സംഭാവന തരണം എന്ന് പോലും പരസ്യമായി ചോദിക്കുന്ന ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഖത്തറിന്റെ സാഹചര്യം പോലും മാറി വന്നിട്ടുണ്ട്. എങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഖത്തർ മുസ്ലിം ഇസ്ലാഹി സെന്റർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്നുള്ള ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് വരുന്നത്. കേരളത്തിലാണെങ്കിലും അങ്ങനെ തന്നെ, ലോകത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ചെറുപ്പക്കാർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്താണ് എന്ന് കൃത്യമായ രൂപത്തിൽ വരച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവർക്ക് ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. ഏത് സന്ദർഭത്തിലാണ് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പ്രമേയവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിൻ്റെ ചരിത്രം ഇതൊന്നുമല്ല എന്നുള്ളത് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മളെ ഈ ചെറുപ്പക്കാർക്ക്, നമ്മുടെ യുവാക്കൾക്ക് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുക. ഇസ്ലാമിൻ്റെ ഓരോ ചരിത്രങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ പച്ചയായ ചിത്രം ഇസ്ലാമിക ചരിത്രത്തിലും ഖുർആനിലും ഹദീസിലും നമുക്ക് ലഭ്യമാണ്. ഇസ്ലാം ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. ഈ രൂപത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും ഒന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ ചരിത്രം അങ്ങനെയാണ്, ഇസ്ലാമിൻ്റെ ആദർശം അങ്ങനെയാണ്. ഒരിക്കലും ഒരു മുസ്ലിമിന് തീവ്രവാദിയാകാനോ ഭീകരവാദിയാകാനോ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത്, ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മളിത് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച്. അത് ഒരു തുറന്നു വെച്ച ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ആർക്കും വായിച്ചെടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ രഹസ്യങ്ങളായിട്ട് ഒന്നുമില്ല. ഒക്കെ മുസ്ലിങ്ങൾക്ക് ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏത് വശങ്ങളാണെങ്കിലും, ജീവിതത്തിൻ്റെ ഏത് രീതിയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണെങ്കിലും എല്ലാം ഖുർആനിൽ നമുക്ക് ലഭ്യമാണ്, ഹദീസിൽ നമുക്ക് ലഭ്യമാണ്, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് ലഭ്യമാണ്. പ്രവാചകൻ ഒരിക്കലും ഒരു ക്രൂരനായിരുന്നില്ല, ഒരിക്കലും അങ്ങനെ പകരം ചോദിക്കുന്ന ഒരാളായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ വികലാംഗരായ കുറെ ആളുകൾ ഉണ്ടാകണമായിരുന്നു, വികലാംഗരായ കൈയില്ലാത്ത കാലില്ലാത്ത കുറെ ആളുകൾ. കാരണം എന്താ? നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ കൈ വെട്ടാനും കാല് വെട്ടാനും നമ്മളിൽപ്പെട്ട ഒരു വിഭാഗം തയ്യാറെടുക്കുന്നത് ഇസ്ലാമിൻ്റെ പേരിലാണെങ്കിൽ അതല്ല ഇസ്ലാമിൻ്റെ ആദർശം, അതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ആരായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ ഖാലിദ് ബിൻ വലീദിന്റെ സ്ഥാനം എന്തായിരുന്നു? ഉഹദ് യുദ്ധം തോൽക്കാൻ തന്നെ കാരണം ഖാലിദ് ബിൻ വലീദിന്റെ ബുദ്ധിപരമായ നീക്കങ്ങളായിരുന്നില്ലേ? അബൂ സുഫിയാൻ പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. എല്ലാ യുദ്ധങ്ങളിലും മുസ്ലിങ്ങൾക്കെതിരെ ശത്രുക്കളെ നയിച്ചതിൽ വളരെ പ്രസക്തമായ ഒരു പങ്ക് വഹിച്ച ഒരാളാണ്, പ്രധാനപ്പെട്ട ഒരാളാണ് അബൂ സുഫിയാൻ. ഈ ഖാലിദ് ബിൻ വലീദിന്റെ കൈ വെട്ടാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഖാലിദ് ബിൻ വലീദ് ഒരിക്കലും ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നില്ല, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈ ഛേദിക്കപ്പെടുമായിരുന്നു. അങ്ങനെ അവരെ ഇസ്ലാമിന്റെ ശത്രുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടോ ആ രൂപത്തിൽ പ്രത്യാക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ടോ പ്രത്യേകമായിട്ടുള്ള നീക്കങ്ങളൊന്നും അല്ലാഹുവിന്റെ റസൂൽ നടത്തിയിട്ടില്ല. അവർക്കൊക്കെ മാപ്പ് കൊടുത്തു. മക്ക വിജയത്തിന്റെ അന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവന് നിർഭയത്വമുണ്ട്. ഇതാണ് പ്രവാചകന്റെ ജീവിതം. എല്ലാ അർത്ഥത്തിലും ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ജീവിതത്തെ, ഈ ഒരു ക്യാമ്പയിനിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അമുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ മുസ്ലിങ്ങളിൽ തന്നെ ഞാൻ ഈ സൂചിപ്പിച്ച വിഭാഗം ആളുകൾക്കിടയിലുണ്ട്. ഇത് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. വല്ലാത്തൊരു ഒരു വിഷയമാണിത്. ഇത് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ഇസ്ലാമിൻ്റെ നേരായ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആദർശത്തിലേക്ക് നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ കൊണ്ടുവരിക. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദഅവാ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തിൽ നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാകണം, നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടാകണം, നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാകണം. ഇതിൻ്റെ ദഅവാ പ്രവർത്തനങ്ങളിൽ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. നമ്മളത് പ്രചരിപ്പിക്കണം എന്ന് മാത്രമാണ്
ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വിഷയം നമ്മൾ ആദ്യം പഠിക്കുക, ഖുർആനും സുന്നത്തും നമ്മൾ ആദ്യം പിൻപറ്റുക. നമ്മുടെ ജീവിതത്തിലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാതൃക ഉണ്ടായിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ നമുക്കെങ്കിലും സാധിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറണം, ഈ ദഅവത്ത് നമ്മൾ ഏറ്റെടുക്കുന്നതോടൊപ്പം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ പ്രസക്തി നിങ്ങൾ തിരിച്ചറിയുകയും ഇതിൻ്റെ കൂടെ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളുമായിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയായിലെ 107-ാമത്തെ വചനം, വമാ